നമസ്കാരം. പ്രധാന വാർത്തകൾ. സഹോദരിയോട് മോശമായി പെരുമാറിയെന്ന ആരോപണം. ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മോന്ത അടിച്ചു പൊളിക്കുമെന്ന് ഫോണിൽ താക്കീത് ചെയ്ത മുഹമ്മദ് മുഹസിൻ MLA. സഹോദരിക്ക് നേരിട്ട മാനസിക വിഷമത്തിലാണ് വികാരക്ഷോഭത്തോടെ പ്രതികരിച്ചതെന്ന് MLA. ചെറുപ്പശ്ശേരിയിൽ ഇടിമിന്നലിൽ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് വീട് ഭാഗികമായി കത്തിനശിച്ചു. കാവുവട്ടം ശശികുമാറിന്റെ വീടാണ് കത്തിനശിച്ചത്. ശശികുമാറും ഭാര്യയും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മണ്ണാർക്കാട് തെങ്കരയിൽ തൊഴുത്തിൽ കെട്ടിയ പശുവിനെ കടത്തിക്കൊണ്ടുപോയി കൊന്ന കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞതായി പോലീസ്. പശുവിന്റെ മാംസം മാഞ്ഞിറച്ചി എന്ന പേരിൽ ഇയാൾ വലിയ വിലയ്ക്ക് വിറ്റു. പ്രതിയെ തിരിച്ചറിഞ്ഞത് മാംസം വാങ്ങിയവരെ പിടികൂടി ചോദ്യം ചെയ്തതോടെ. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം. മോഹൻലാൽ ഖേദപ്രകടനം നടത്തിയത് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാകാമെന്ന് N. ഷംസുദ്ദീൻ MLA. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണിതെന്നും MLA. സ്കൂളില്ലാത്ത ഗ്രാമീണ മേഖലകളിൽ വിദ്യാഭ്യാസം ഉറപ്പാക്കാനായി ആരംഭിച്ച ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഭൂരിഭാഗവും നിർത്തി. മണ്ണാർക്കാട് മേഖലയിൽ സ്കൂളിനായി നിർമ്മിച്ച കെട്ടിടങ്ങൾ ചിതലെടുത്ത് നശിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. സഹോദരിയോട് മോശമായി പെരുമാറിയെന്ന ആരോപണം. ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് താക്കീത് നൽകി മുഹമ്മദ് മുഹസിൻ MLA. വീട്ടിലിരിക്കുന്ന സ്ത്രീകളോട് മാന്യമായി പെരുമാറാൻ അറിയില്ലെങ്കിൽ മോന്ത അടിച്ചു പൊളിക്കുമെന്ന് MLA പറഞ്ഞു. മുഹമ്മദ് മുഹസിൻ MLA ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയുമായി കയർക്കുന്ന ഫോൺ സംഭാഷണം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. കഴിഞ്ഞ ജനുവരിയിൽ നടന്ന ഫോൺ സംഭാഷണമാണിത്. MLAയുടെ സഹോദരി വിവാഹ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെത്തിയപ്പോൾ ദേഷ്യപ്പെട്ടുവെന്നും വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ സെക്രട്ടറി കളിയാക്കിയെന്നുമാണ് ഫോൺ സംഭാഷണത്തിൽ MLA ആരോപിക്കുന്നത്. തന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്നവരോടല്ല അത് തീർക്കേണ്ടത്. താൻ നിയമസഭയിലല്ലെങ്കിൽ നേരിട്ട് വന്ന് ഈ രീതിയിലല്ല ഇക്കാര്യം ചോദിക്കുകയെന്നും സഹോദരി കരഞ്ഞുകൊണ്ടല്ലേ പഞ്ചായത്തിൽ നിന്നും ഇറങ്ങിപ്പോയതെന്നും MLA ഫോണിലൂടെ സെക്രട്ടറിയോട് ചോദിക്കുന്നുണ്ട്. സംഭാഷണം കേൾക്കാം. ഹലോ, ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ആണോ? അതെ, ഞാൻ MLA ആണ് വിളിക്കുന്നത്. പറയൂ. തനിക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ കാര്യം? വീട്ടിലെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറി? ഇല്ലല്ലോ. വളരെ മോശമായിട്ടാണല്ലോ താൻ പെരുമാറി. എന്റെ പെങ്ങൾ അവിടെ കരഞ്ഞിട്ടാണല്ലോ. അല്ലല്ല, അത് അവര് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് കിട്ടണം പറഞ്ഞപ്പോ എന്താ വെച്ചാൽ ലേറ്റ് മാരേജ് ആയതുകൊണ്ടും കല്യാണം കഴിയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നത് കേൾക്കൂ. ഒരു കാര്യം പറയുന്ന ആദ്യം കേൾക്കൂ. ഞാൻ താങ്കളെ ഒരു റെക്കമെൻഡേഷന് വിളിച്ചിട്ടില്ല. ഇല്ല. അവര് നോർമലായിട്ട് കാര്യം നടക്കുകയാണെങ്കിൽ നടന്നോട്ടെ എന്ന് കരുതിയിട്ട്. ഓക്കെ. പക്ഷെ താങ്കൾ അവർ വന്നപ്പോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞ് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. ഇല്ല. തനിക്ക് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എന്നോട് പ്രശ്നം വീട്ടിലെ ഒരു മിനിറ്റ് കേൾക്കടോ. വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ച് മൊന്ത വിളിക്കും. ആയിക്കോട്ടെ. നേരിട്ട് ഭയനന്തരൊക്കെ അറിയാം. അവിടെ നിയമസഭ ഞാൻ മോശമായിട്ട് മാന്യമായിട്ട് സ്ത്രീകൾ ആ പെൺകുട്ടി അവിടെ പോയത് എന്നോട് അവൾ എന്നോട് പറഞ്ഞില്ല. അവിടെ വന്ന ആളുകളാ പറഞ്ഞത്. അല്ല, അവിടെ ഞാൻ മാത്രമല്ല ഉണ്ടായിരുന്നോട്, വേറെ കണ്ടു നിന്നവര് കേട്ടു നിന്നവരുണ്ട്. അത് തന്നെ. തന്റെ നാവ് ശരിക്ക് സംസാരിക്കാൻ ഇല്ലെങ്കിലും അത് അകത്തേക്ക് വെച്ചേക്കണം. വീട്ടിൽ വേണ്ടില്ല. ഈ വർത്താനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങൾക്കും സംസാരിക്കുക. വന്നിട്ട് നേരെ മോന്തക്ക് രണ്ട് തന്നിട്ടേ സംസാരിക്കുള്ളൂ. എന്റെ മാത്രമല്ല, താനും മെമ്പർമാരോട് മോശമായിട്ടാ പറഞ്ഞിട്ടുള്ളത്. ആ മുസ്തഫ മെമ്പറോട് എത്ര മോശമായിട്ടാ സംസാരിച്ചു? അവിടുത്തെ മറ്റു മെമ്പർ സ്ത്രീകൾ ആസീന മെമ്പറോട് എത്ര മോശമായിട്ടാ സംസാരിച്ചു? എന്തിനൊന്നും ഞാൻ അറിയുന്നില്ല എന്നല്ല. ഞാനത് ആൾക്കാരുടെ മോശമായിട്ട് സംസാരിക്കാനായിട്ട് വല്ല കരാറെടുത്ത പോലെയാണല്ലോ മെല്ലെ സംസാരിക്കുന്നത്. അത് തന്നെ മോശമായിട്ട് പലരും സംസാരിച്ചിട്ടുണ്ട്. അത് അവിടെ വീട്ടിൽ വെച്ചേക്ക്. ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. അതെനിക്കറിയാം, നല്ല ബോധ്യമുണ്ട്. ഞാൻ ആരാണെന്ന് ഞാൻ എങ്ങനെ പെരുമാറിയെന്ന് നല്ല ബോധ്യമുണ്ട്. അത് മാന്യമായിട്ട് സംസാരിച്ചാൽ മതി. ആയിക്കോട്ടെ. അതേസമയം എല്ലാ ഉദ്യോഗസ്ഥരോടും മാന്യമായി പെരുമാറുന്ന ആളാണ് താനെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. MLA എന്ന നിലയിൽ ഒരു കാര്യവും നടത്തി തരുവാൻ ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടില്ല. സഹോദരിയോട് സെക്രട്ടറി വളരെ മോശമായി പെരുമാറിയ വിവരം മറ്റു ചിലർ പറഞ്ഞാണ് അറിഞ്ഞത്. അപ്പോഴുണ്ടായ വികാരക്ഷോഭത്തിൽ സെക്രട്ടറിയോട് അല്പം പരുഷമായി സംസാരിക്കേണ്ടി വന്നു. വളരെ മോശമായുള്ള ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം കണ്ടാൽ കർശനമായി ഇടപെടാറുണ്ടെന്നും MLA വ്യക്തമാക്കി. ഇന്നലെ രാത്രി വളരെ യാദൃച്ഛികമായിട്ടാണെങ്കിലും ഒരു വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അത് വാർത്തയുടെ ഹെഡിങ് എങ്ങനെയാണ്? മറ്റൊന്നുമല്ല, എന്റെ പെങ്ങള് ഒരു സർക്കാർ ഓഫീസിൽ പോയപ്പോ പെങ്ങളോട് മോശമായിട്ട് പെരുമാറിയതിന് ഞാൻ ആ സെക്രട്ടറിയെ തെറി വിളിക്കുന്നു എന്നാണ്. 9 വർഷമായി ഞാനൊരു ജനപ്രതിനിധിയാണ്. ഞാൻ പരമാവധി ആരെയും തെറി വിളിക്കാതെ ഇരിക്കുന്ന ഒരാളാണ്. ആവശ്യത്തിന് ഇടപെടുകയും
വളരെ മോശമായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം കണ്ടാൽ വളരെ കർശനമായി അത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും അല്ലാത്ത സമയത്തൊക്കെ തന്നെ ഏറ്റവും നന്നായി എല്ലാ ഉദ്യോഗസ്ഥരോടും മാന്യമായി സൗഹൃദം പങ്കിടുന്ന ഒരാളാണ്. പക്ഷേ ഈ സംഭവം ഞാൻ ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെ പറയാം, ഞാൻ മാധ്യമങ്ങളോടൊന്നും പറയാൻ പോയിട്ടില്ല. എന്റെ പെങ്ങള് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഈ രക്ഷിതാക്കളുടെ കൂട്ടത്തിലുള്ള ഈ പെങ്ങള് തന്നെയാണ്. പെങ്ങളുടെ കുട്ടി ഇവിടെ ഉണ്ട്. ആ കുട്ടിയെ നിങ്ങൾക്കറിയാം, ഈ സ്ഥാപനത്തിൽ ഇവിടെ വരുന്ന കുട്ടിയാണ്. എല്ലാ ദിവസവും ആ കുട്ടിക്ക് വരാൻ പറ്റില്ല, എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. ആ കുട്ടി ജനിച്ച സമയത്ത് ഡോക്ടർമാര് പറഞ്ഞതാണ് അധികകാലം ആ കുട്ടി ചിലപ്പോൾ ജീവിച്ചിരിക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ ഇത് പറയാനുള്ള കാരണം, അത് ആ കുട്ടി ഇന്ന് 12 വയസ്സായി. വലിയ രീതിയിലുള്ള പോരാളികളാണ് അമ്മമാർ. അത് പറയാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത്. അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പോരാളികളാണ്, പകരം വെക്കാനില്ലാത്ത പോരാളികളാണ്. ആ കുട്ടിയെ ശുശ്രൂഷിച്ച് ഡയാലിസിസ് 1ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയതാണ്. ആ ഡയാലിസിസ് വളരെ കൃത്യമായി മുന്നോട്ട് പോയി. ആഴ്ചയിൽ 3 ദിവസം. അവളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട ഏറ്റവും വലിയ പോരാളികളിൽ ഒന്നാണ് എന്റെ പെങ്ങള്. അതുപോലെയുള്ള ഒരുപാട് പോരാളികളാണ് ഇവിടെ ഇരിക്കുന്ന അമ്മമാര് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഞാനത് പറയുന്നത്. ഈ കുട്ടിയുമായിട്ട് ഓങ്ങല്ലൂര് പഞ്ചായത്ത് ഓഫീസിൽ പോയി ആ കുട്ടിയെ ഒരു വാഹനത്തിൽ, ഈ കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടും 1 മണിക്കൂർ നേരം അവിടെ ആ സെക്രട്ടറി ഇരുത്തി. ഞാൻ എന്റെ പെങ്ങൾക്ക് ഒരു ആവശ്യം എന്ന് പറഞ്ഞ് ഞാൻ ഫോണ് വിളിച്ച് നേരത്തെ ഒരു ആവശ്യവും അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടില്ല. അവർ നോർമലായിട്ട് പോയി അപേക്ഷ കൊടുക്കുന്നു. അവിടെ ഈ കുട്ടി ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും സെക്രട്ടറി രാത്രി ചട്ടിച്ചോറ് വേണോ വേറെന്ത് ചോറ് വേണോ എന്ന് വിളിച്ച് സംസാരിക്കുന്നു. അതിനുശേഷം കുട്ടിയുടെ കാര്യത്തിലും മൈൻഡ് ചെയ്യുന്നില്ല. ഇവരോട് ഇവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചും ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും മോശമായിട്ട് പറഞ്ഞു. സാക്ഷിയാണ്, ഈ പെങ്ങള് എന്നോട് പറഞ്ഞില്ല, ഇവളെന്നോട് പറഞ്ഞില്ല. ഞാനിത് പലരും പറഞ്ഞാണ് അറിയുന്നത്. ആ പഞ്ചായത്തിൽ നിന്നും പുറത്തുനിന്നും ഇത് കേട്ട ആളുകൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. എനിക്ക് സ്വാഭാവികമായിട്ടും ആ കുട്ടിയെ ഇത്രയും സമയം പുറത്തിരുത്തിയിട്ട് കാര്യങ്ങള് പറയുന്നതിന് പകരം വളരെ മോശമായിട്ട് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ മറ്റു ബാക്ക്ഗ്രൗണ്ടുകളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും ഞാൻ എന്റെ മനസ്സിൽ അതുണ്ടായി. ഞാൻ പ്രതികരിക്കാനുള്ള ഒരു കാരണം ഇത് മാത്രമല്ല, പെങ്ങള് മാത്രമല്ല, മറ്റു പല ആളുകളും ഇതുപോലെ കംപ്ലൈന്റ് നിരന്തരമായി പറയുകയും അതുമായി ബന്ധപ്പെട്ട് പരാതിയുമായിട്ട് പോയി കഴിഞ്ഞാൽ, പെങ്ങള് പരാതി കൊടുത്തു കഴിഞ്ഞാൽ നടപടി എടുക്കും. അപ്പോഴും മാധ്യമങ്ങളിൽ വരെ MLA-യുടെ പെങ്ങള് എന്ന് പറഞ്ഞിട്ടാണ്. എന്റെ പെങ്ങളായി പോയി എന്നത് ഒരു തെറ്റായിട്ട് മാറാൻ പാടില്ല. ഞാൻ പറഞ്ഞു പരാതി കൊടുക്കണ്ട, മാധ്യമങ്ങളിലൂടെ വന്നാൽ ഈ കുട്ടിയും അവരും ഒക്കെ പ്രചരണത്തിലേക്ക് പോകും, അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് പരാതി കൊടുക്കാതിരുന്നത്. അങ്ങനെ പരാതി കൊടുക്കാതെ ഞാൻ വിളിച്ചിട്ട് മോശമായിട്ട് പെരുമാറി, 2 വാക്ക് കുറച്ച് മോശമായിട്ട് പെരുമാറി. അത് പെരുമാറാനാണ് വർത്താനം പറയാനുള്ള കാരണം, ഇത്രയും വർഷമായിട്ട് ഒരു പോരാളിയെ പോലെ ആ കുഞ്ഞിന്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ നിന്നുകൊണ്ട് മെഡിക്കൽ സയൻസ് അന്ന് പറഞ്ഞ കാര്യങ്ങളെ തിരുത്തിക്കൊണ്ട് ഇന്നും പോരാട്ടം നടത്തുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. ഇതുപോലെ മറ്റു പലരോടും മോശമായിട്ട് പെരുമാറിയതുകൊണ്ടാണ് യാദൃച്ഛികമായിട്ട് അങ്ങനെ വന്നപ്പോ ഇവിടെ ചെറുപ്പളശ്ശേരിയിൽ ഇടിമിന്നലിൽ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് വീട് ഭാഗികമായി കത്തിനശിച്ചു. കാവുവട്ടം കുന്നത്ത് പൊതു വീട്ടിൽ ശശികുമാറിന്റെ ഓടിട്ട വീടിനാണ് തീപിടിച്ചത്. ശശികുമാറും ഭാര്യയും മറ്റൊരു മുറിയിലായിരുന്നതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിലാണ് വീടിനുള്ളിലുണ്ടായിരുന്ന ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് തീപിടിച്ചത്. പൊട്ടിത്തെറി ശബ്ദം കേട്ടുണർന്ന ശശികുമാറും ഭാര്യ ജയശ്രീയും തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. തുടർന്ന് ഫയർഫോഴ്സിനെയും KSEBയെയും വിവരമറിയിച്ചു. 5 മണിയോടെ ഷൊർണൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീയണച്ചത്. ഫ്രിഡ്ജ് വെച്ചിരുന്ന മുറി മുഴുവനായും കത്തിനശിച്ചു. കൂടാതെ ഒരു ടിവിയും ഫാനും കത്തിനശിച്ചു. ശശികുമാറും ഭാര്യയും മറ്റൊരു മുറിയിലായതിനാൽ വലിയ അപകടം ഒഴിവായി. 4 മണിക്ക് ശേഷം അത് ഇടിയും ഇതൊക്കെ ഉണ്ടായില്ല, മഴ ഉണ്ടായില്ല. മഴ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് നോക്കിയത്. അപ്പോൾ ഒരു ശബ്ദം അങ്ങനെ പുറത്തുനിന്ന് കേൾക്കാണ്ട് എന്തൊക്കെയോ ഇടിയിലേ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അപ്പം മഴ ഉണ്ടോ നോക്കി മുറ്റത്ത് നോക്കിയപ്പോൾ ഒന്നും മഴയൊന്നും കാണാനില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഓരോ ഒച്ച അങ്ങനെ കേൾക്കേണ്ട മുകളിൽ അതിലങ്ങനെ ഇപ്പോൾ പിന്നെ ഒരു സ്മെല്ല് വന്നപ്പോൾ സംശയമായി. അപ്പോഴാണ് പോയി തുറന്ന് നോക്കിയപ്പോൾ ഫ്രിഡ്ജ് വളരെ നിന്ന് കത്തുകയാണ്. അതോട് കൂടിയിട്ട് അത് മുകളിലേക്ക് അവിടെ കയറി പിടിച്ചു താളത്തിൽ. കണ്ടതിന് ശേഷം ഫയർഫോഴ്സിനെ വിളിച്ചു, KSEBക്ക് വിളിച്ചു. ഫയർഫോഴ്സ് ഒരു 5 മണി 5:10 എത്തി യൂണിറ്റ്.
വീട്ടിലിപ്പോൾ ഞങ്ങൾ ഞാനും ഭാര്യനെ ഉള്ളൂ. ഞങ്ങളിവിടെ കിടന്നിരുന്നത്, പുറത്തായ കിടന്നിരുന്നത്. ഇതുള്ളിലാണുള്ളൂ. നശിച്ചു. വെള്ളം, ഫ്രിഡ്ജ്, TV, ഫാൻ, അവിടെയുള്ള ഫാന്, അസീൽ ഇതൊക്കെ പോയി മൊത്തം. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം. മോഹൻലാൽ ഖേദപ്രകടനം നടത്തിയെങ്കിൽ അത് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാകാമെന്ന് എൻ ഷംസുദ്ദീൻ MLA. രാഷ്ട്രീയവും സാമൂഹ്യവുമായ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന സിനിമകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടെന്നും MLA എടത്തനാട്ടുകരയിൽ പറഞ്ഞു. രാഷ്ട്രീയവും സാമൂഹ്യവുമായ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന സിനിമകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും ആ സിനിമയുടെ പേരിൽ അട്ടഹാസം ഉണ്ടാക്കും, ആ സിനിമയിൽ അഭിനയിച്ചവരെ കൊണ്ട് മാപ്പ് പറയും. മോഹൻലാൽ ഖേദപ്രകടനം നടത്തിയെന്ന് പറഞ്ഞാൽ മോഹൻലാലിനെ സത്യത്തിൽ ഭീഷണിപ്പെടുത്തിയതാണ്, സമ്മർദ്ദത്തിലാക്കിയതാണ്. അങ്ങനെ ഒരു സിനിമയോ ഒരു നിരൂപണമോ പെരുമാൾ മുരുകൻ എഴുത്തു നിർത്തി എന്താ കാരണം? എഴുതാൻ ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, എഴുതാൻ അറിയാഞ്ഞിട്ടുമല്ല, പേടിപ്പിച്ചതാണ്. MM കൽബുർഗി, ഗോവിന്ദ് പൻസാരെ ഒക്കെ വെടിവെച്ചു കൊണ്ടതാണ് ഈ ശക്തികൾ. അപ്പൊ പ്രതികരിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം പോലും, പ്രതികരണത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ലേഖനത്തിലൂടെ വരും, സിനിമയിലൂടെ വരും. അതൊക്കെ ഇവിടെ ഭീഷണിപ്പെടുത്തി ഇല്ലാതെയാക്കാം. മണ്ണാർക്കാട് തെങ്കര മേലാമുറിയിൽ തൊഴുത്തിൽ കെട്ടിയ പശുവിനെ കടത്തിക്കൊണ്ടുപോയി കൊന്ന കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞതായി പോലീസ്. പശുവിന്റെ മാംസം മാനിറച്ചി എന്ന പേരിൽ വലിയ വിലയ്ക്ക് വിറ്റഴിച്ചു. പോലീസ് അന്വേഷണം ശക്തമാക്കിയതോടെ പ്രതിയെന്ന് സംശയിക്കുന്ന മേലാമുറി സ്വദേശി ഒളിവിൽ പോയി. മാർച്ച് 27-നാണ് തെങ്കര മേലാമുറി പരുത്തിപ്പുള്ളി പ്രകാശിന്റെ പശുവിനെ കൊന്ന് മാംസം കൊണ്ടുപോയത്. 1 കിൻഡൽ തൂക്കം വരുന്ന 2 വയസ്സ് പ്രായമുള്ള പശുവിന്റെ 2 മുൻകാലുകളും 1 പിൻകാലും കൂർത്ത ആയുധം കൊണ്ട് കുത്തി അടർത്തിയ നിലയിലായിരുന്നു. തലയും മറ്റ് ശരീരഭാഗങ്ങളും ഉപേക്ഷിച്ചു. പുലർച്ചെയാണ് പശുവിനെ കാണാതായത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വീട്ടിൽ നിന്ന് 3/4 കിലോമീറ്റർ മാറി വനത്തിലാണ് പശുവിന്റെ ജഡം കണ്ടെത്തിയത്. മണ്ണാർക്കാട് പോലീസിന് ലഭിച്ച പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത്. അന്നേ ദിവസം മേലാമുറി സ്വദേശിനി മാനിറച്ചി എന്ന പേരിൽ വ്യാപകമായി ഇറച്ചി വിൽപ്പന നടത്തിയതായി പോലീസ് കണ്ടെത്തി. ഇറച്ചി വാങ്ങിയവരെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് വിൽപ്പനക്കാരെക്കുറിച്ച് വിവരം ലഭിച്ചത്. ഇതോടെ മേലാമുറി സ്വദേശിയായ ഇറച്ചി വിൽപ്പനക്കാരൻ ഒളിവിൽ പോവുകയായിരുന്നു. പ്രതി ഉടൻ കസ്റ്റഡിയിലാകുമെന്ന് മണ്ണാർക്കാട് പോലീസ് അറിയിച്ചു. ഷൊർണൂർ കൂനത്തറയിൽ പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികൾക്ക് മദ്യം വാങ്ങി നൽകിയയാളെ പോലീസ് പിടികൂടി. കൂനത്തറ സ്വദേശി ക്രിസ്റ്റിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസമാണ് കൂനത്തറയിൽ സംഭവം നടന്നത്. പൂരാഘോഷവുമായി ബന്ധപ്പെട്ട് പ്രതി 15 വയസ്സുകാരായ 2 വിദ്യാർത്ഥികൾക്ക് മദ്യം വാങ്ങി നൽകുകയായിരുന്നു. അമിതമായ അളവിൽ മദ്യം കഴിച്ച 2 വിദ്യാർത്ഥികൾക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി. ഇതിലൊരാൾ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 21 വയസ്സുള്ള കൂനത്തറ സ്വദേശി ക്രിസ്റ്റിയാണ് മദ്യം വാങ്ങിയതെന്ന് കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. മണ്ണാർക്കാട് നഗരം ഇനി 24 മണിക്കൂറും കാവലിന്റെ കീഴിൽ. നഗരത്തിൽ സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി ക്യാമറകൾ സ്ഥാപിച്ച് നടപ്പാക്കിയ പദ്ധതി കാവലിന്റെ ഉദ്ഘാടനം എൻ ഷംസുദ്ദീൻ MLA നിർവഹിച്ചു. നെല്ലിപ്പുഴ മുതൽ കുന്തിപ്പുഴ വരെ 46 ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൽ 4 എണ്ണം വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ തിരിച്ചറിയാൻ കഴിവുള്ള AI ക്യാമറകളാണ്. 60 ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കിയത്. നഗരത്തിലെ കുറ്റകൃത്യങ്ങളും ട്രാഫിക് നിയമലംഘനങ്ങളും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. സാങ്കേതികവിദ്യയെ നാടിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കാവൽ പദ്ധതിയെന്ന് ഉദ്ഘാടനം ചെയ്ത എൻ ഷംസുദ്ദീൻ MLA പറഞ്ഞു. എല്ലാം ഓരോ കാലത്തിനനുസൃതമായ മാറ്റവും പുരോഗതിയാണ് ഉണ്ടാവുക. ഓരോ ഭരണകൂടങ്ങളും ജനപ്രതിനിധികളും ഓരോ പുതിയ പുതിയ പരിഷ്കാരങ്ങളും വികസനങ്ങളും പ്രദേശങ്ങളിൽ കൊണ്ടുവരും. അങ്ങനെ നമ്മുടെ യാത്രയിൽ മണ്ണാർക്കാട് ഇന്ന് ഒരു നല്ല വികാസം പ്രാപിച്ച പട്ടണമായി, ആ പഴയ ഞെരുക്കത്തിന്റെ പട്ടണം മാറി നല്ല വിസ്തൃതിയുടെ പട്ടണമായി നമ്മളെല്ലാവരും കൂടി പരിശ്രമിച്ച് രൂപപ്പെടുത്താൻ സാധിച്ചു. അപ്പൊ ഈ പട്ടണം ഇന്ന് പൂർണ്ണമായും ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ശാസ്ത്ര സാങ്കേതിക പുരോഗതികളെ നാട്ടിൽ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് ഈ തരത്തിലാണ്. മുമ്പത്തെ പോലെ ഇന്ന് ലോകത്ത് എവിടെയും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ കുറ്റവാളികൾക്കോ മറ്റു നിലക്കുള്ള ഗൂഢാലോചനകൾ നടത്താനോ ആളുകൾക്ക് കഴിയാതെ പോകുന്നത്. ലോകം ട്രാൻസ്പെറന്റ് ആണ്. മൊബൈൽ ഫോണും ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ വന്നതോടുകൂടി ഒന്നും എവിടെയും ഹൈഡ് ചെയ്ത് മറച്ചു വെക്കാൻ സാധിക്കില്ല.
നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. നഗരസഭയുടെ സുരക്ഷിതത്വം മുൻനിർത്തിയാണ് ക്യാമറ സ്ഥാപിച്ചതെന്ന് ചെയർമാൻ പറഞ്ഞു. 46 ക്യാമറകളും പോലീസിന് അത് ക്രൈം പിടിക്കാനുള്ള അല്ല എന്നുള്ളത് കൂടി. ക്രൈം എന്ന് പറഞ്ഞാൽ ട്രാഫിക് ലംഘനം അല്ലെങ്കിൽ മറ്റ് ഹെൽമെറ്റ് വെക്കാത്തത്, സീറ്റ് ബെൽറ്റ് അറിയാത്ത, അത് കൃത്യമായിക്കൊണ്ട് ക്യാമറയിൽ പതിഞ്ഞുകൊണ്ട് അത് ഫൈൻ വരില്ല എന്നുള്ള കാര്യം കൂടി ഇവിടെ അറിയിക്കുകയാണ്. എന്താ പറയുക, പറയാൻ കാരണം അത് നഗരസഭ ആ ഒരു രീതിയിലല്ല ഇതിനെ കാണുന്നത്. നഗരസഭയുടെ സുരക്ഷിതത്വമാണ്. ഇവിടെ ഏത് പാതിരാത്രിയിലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സുരക്ഷിതമായി ഇറങ്ങി നടക്കാൻ ഈ ക്യാമറകൾ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അഡീഷണൽ SP PS സുകുമാരൻ, മണ്ണാർക്കാട് DYSP C സുന്ദരൻ, നഗരസഭ വൈസ് ചെയർപേഴ്സൺ K പ്രസീത, സ്ഥിരസമിതി അധ്യക്ഷരായ K ബാലകൃഷ്ണൻ, C ഷഫീഖ് റഹ്മാൻ, മാസിദ സത്താർ, P വത്സലകുമാരി, ഹംസ കുറുവണ്ണ, ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോൽക്കളത്തിൽ, പാർലമെന്ററി പാർട്ടി നേതാവ് TR സെബാസ്റ്റ്യൻ, കൗൺസിലർമാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ KC അബ്ദുറഹ്മാൻ, VD പ്രേംകുമാർ, ബിജു നെല്ലമ്പാനി, പരമശിവൻ, നഗരസഭാ സെക്രട്ടറി M സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. വീണ്ടും കോടിപതിയായി പാലക്കാട്. ബുധനാഴ്ച നറുക്കെടുത്ത സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ സമ്മർ ബമ്പർ 1ാം സമ്മാനം പാലക്കാട് വിറ്റ ടിക്കറ്റിന് ലഭിച്ചു. പാലക്കാട് കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസിയിൽ വിറ്റ ടിക്കറ്റിനാണ് 10 കോടി ബമ്പർ സമ്മാനം ലഭിച്ചത്. പാലക്കാട് കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസിയിൽ വിറ്റ SG 513715 എന്ന നമ്പർ ടിക്കറ്റിനാണ് സമ്മാനം. 10 കോടി രൂപയാണ് BR 102 സമ്മർ ബമ്പറിന്റെ 1ാം സമ്മാനം. ആകെ 36 ലക്ഷം ടിക്കറ്റുകളാണ് വിതരണത്തിനായി എത്തിച്ചത്. ഇതിൽ കൂടുതൽ ടിക്കറ്റുകളും വിറ്റഴിഞ്ഞത് പാലക്കാടാണ്. ടിക്കറ്റ് വിൽപ്പനയിൽ 2ഉം 3ഉം സ്ഥാനത്ത് തിരുവനന്തപുരവും തൃശൂർ ജില്ലയുമാണ്. 50 ലക്ഷം രൂപ 2ാം സമ്മാനവും സമ്മർ ബമ്പറിന് 500 രൂപയിൽ വരെ അവസാനിക്കുന്ന ആകർഷകമായ സമ്മാന ഘടനയാണുള്ളത്. സമ്മാനം ലഭിച്ച ആളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ക്രിസ്മസ് പുതുവത്സര ബമ്പറായിരുന്നു അടുത്തിടെയായി നറുക്കെടുത്തത്. XD 387132 എന്ന നമ്പറിനായിരുന്നു 1ാം സ്ഥാനം ലഭിച്ചത്. 20 കോടി രൂപയുടെ 1ാം സമ്മാനം ലഭിച്ചത് കർണാടക പാണ്ഡ്യപുരം സ്വദേശി അൽത്താഫിനായിരുന്നു. 2ാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്കും ലഭിച്ചിരുന്നു. സ്കൂളുകളില്ലാത്ത ഗ്രാമീണ മേഖലകളിൽ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നതിന് ആരംഭിച്ച ഏകാധ്യാപക വിദ്യാലയങ്ങളിൽ ഭൂരിഭാഗവും പ്രവർത്തനം നടത്തി. മണ്ണാർക്കാട് മേഖലയിൽ സ്കൂളിനായി നിർമ്മിച്ച കെട്ടിടങ്ങൾ ചിതലെടുത്ത് നാശാവസ്ഥയിലാണ്. ഔപചാരിക വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ലാത്ത ഗ്രാമീണ മേഖലകളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയിലാണ് ഇത്തരം സെന്ററുകൾ തുടങ്ങിയത്. പല പ്രായത്തിലുള്ള പ്രൈമറി വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിച്ചിരുന്നത്. 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾ ഈ സെന്ററുകളിൽ ഉണ്ടാകുമെങ്കിലും എല്ലാവർക്കുമായി ഒരു അധ്യാപകനാണ് ഉണ്ടാകുക. ആൾട്ടർനേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് സെന്ററുകൾ എന്ന പേരിലും ഈ വിദ്യാലയങ്ങൾ അറിയപ്പെട്ടിരുന്നു. മണ്ണാർക്കാട് ഉപജില്ലയിൽ മാത്രം ഇത്തരത്തിൽ 19 സെന്ററുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ശിരുവാണി ശിങ്കംപാറയിലെ സെന്റർ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. മറ്റു കേന്ദ്രങ്ങളിൽ കുട്ടികൾ കുറവായതിനെ തുടർന്ന് നിർത്തലാക്കുകയായിരുന്നു. കുട്ടികൾ കുറവായതോടെ സെന്റർ അടച്ച് താക്കോൽ AEOയെ ഏൽപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നത്. ഇങ്ങനെ പൂട്ടിയ സെന്ററുകൾ ചിതലരിച്ച് നാശത്തിന്റെ വക്കിലാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ മറ്റ് പദ്ധതികൾക്ക് ഉപയോഗിച്ചാൽ നശിക്കുന്നത് ഒഴിവാക്കാനാകും. സ്വന്തം കെട്ടിടങ്ങളില്ലാത്ത അങ്കണവാടികൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് കെട്ടിടം കൈമാറണമെന്ന നിർദ്ദേശമാണ് ഉയരുന്നത്. അടുക്കള, ശുചിമുറി, വെള്ളം തുടങ്ങിയ സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങളാണ് ചിതലെടുത്ത് നശിക്കുന്നത്. K പ്രേംകുമാർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കടമ്പഴിപ്പുറം പുല്ലുണ്ടശ്ശേരി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. MLA കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പാലത്തറ ഭഗവതി ക്ഷേത്രത്തിന് സമീപമാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഒരു സഹകരണ മേഖലയിലെ സ്ഥാപനമാണ്. നമ്മുടെ നാട്ടിൽ സർവീസ് ബാങ്കിന്റെ കെട്ടിടത്തിന് MLA ഫണ്ട് കൊടുക്കാറില്ല. ക്ഷീരസംഘവും അതുപോലെ സ്വന്തം കാലിൽ നിന്ന് കെട്ടിടത്തിനൊക്കെ ഫണ്ട് കണ്ടെത്തുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പക്ഷെ നമുക്കറിയാം, ക്ഷീരസംഘങ്ങളുടെ പ്രവർത്തനം ആ നിലയിൽ ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് പോകുന്നതിന് പല നിലയിലുള്ള പരിമിതികളുണ്ട്. വലിയ തോതിലുള്ള ഓഹരി പിരിച്ചുകൊണ്ട് ക്ഷീരസംഘത്തിന്റെ പ്രവർത്തനം നടത്തുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പാലളക്കുന്ന കർഷകർക്ക് ആഴ്ചയിൽ ഒരിക്കൽ തന്നെ അവർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും പൈസയും ഒക്കെ കൊടുക്കണം. വലിയ ലാഭം സ്വാഭാവികമായിട്ടും സംഘങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ വലിയ പ്രയാസമാണ്. ഉദ്ഘാടന ചടങ്ങിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VR സുമേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു.
കാലിത്തീറ്റ ഗോഡൌൺ ഉദ്ഘാടനം മലബാർ മേഖല ക്ഷീരോത്പാദക സഹകരണ യൂണിയൻ ചെയർമാൻ KS മണി നിർവഹിച്ചു. സംഘത്തിന്റെ മുൻകാല പ്രസിഡന്റുമാരെ ആദരിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് P ശാസ്തകുമാർ നിർവഹിച്ചു. ചടങ്ങിൽ മുതിർന്ന കർഷകരെയും ആദരിച്ചു. ക്ഷീരസംഘം പ്രസിഡന്റ് P സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ശ്രീലത, ക്ഷീരവികസന ഓഫീസർ MA ശ്യാമ, മിൽമ പാലക്കാട് P&I വിഭാഗം ജില്ലാ ഓഫീസർ ഷീജ എലിയാസ്, വെറ്റിനറി സർജൻ ജയേഷ്, വിവിധ ക്ഷീരസംഘം പ്രസിഡന്റുമാർ, വാർഡ് മെമ്പർമാർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. മണ്ണാർക്കാട് മുസ്ലിം ലീഗിന്റെ ആസ്ഥാന മന്ദിരം ശിഹാബ് തങ്ങൾ സ്മാരക സൗധം ഉദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് ബുധനാഴ്ച എടത്തനാട്ടുകരയിൽ തുടക്കമായി. N ഷംസുദ്ദീൻ MLA ജാഥ ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട്ടെ സാധാരണക്കാരുടെ ആശ്രയമാകും കേന്ദ്രമെന്ന് MLA പറഞ്ഞു. ഈ മാസം 4-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്കാണ് ശിഹാബ് തങ്ങൾ സ്മാരക സൗധം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിന്റെ പ്രചരണാർത്ഥവും മറ്റ് സമകാലിക വിഷയങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചാണ് 2 ദിവസത്തെ ജാഥയ്ക്ക് എടത്തനാട്ടുകരയിൽ നിന്നും തുടക്കം കുറിച്ചത്. ജാഥ ക്യാപ്റ്റനും മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റുമായ റഷീദ് ആലായന പതാക കൈമാറി N ഷംസുദ്ദീൻ MLA ജാഥ ഉദ്ഘാടനം ചെയ്തു. അത്തരമൊരു ഓഫീസ് വരുമ്പോൾ ആ ഓഫീസ് ഈ മണ്ണാർക്കാട്ടെ സാധാരണക്കാരുടെ ഒരു ആശാ കേന്ദ്രമായി, ഒരു അഭയ കേന്ദ്രമായി മാറണമെന്നുള്ളതാണ് ലീഗിന്റെ കാഴ്ചപ്പാട്. പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കേന്ദ്രമായി തീർച്ചയായും ആ ഓഫീസ് മാറും. ആ ഓഫീസ് ഇപ്പോൾ തന്നെ വിഭാവനം ചെയ്തിട്ടുള്ളത് അതിൽ CH സെന്റർ അവിടെയാണ് ഇനി പ്രവർത്തിക്കുന്നത്. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് KT ഹംസപ്പ അധ്യക്ഷനായി. വൈസ് ക്യാപ്റ്റൻ ഉസൈൻ കോളശ്ശേരി, ഡയറക്ടർ K ആലിപ്പു ഹാജി, ജില്ലാ ലീഗ് വൈസ് പ്രസിഡന്റ് പൊൻപാറ കോയക്കുട്ടി, കളത്തിൽ ഹുസൈൻ, തച്ചമ്പറ്റ ഹംസ, O ചേക്കു, മുഹമ്മദ് അലി അൻസാരി, റഷീദ് മുത്തനിൽ, KT അബ്ദുള്ള, മുനീർ താളിയിൽ, സാബു, വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി റഫീഖ പാറക്കോട്ട്, P ഷാനവാസ്, ഷമീർ പഴേരി, അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ന സത്താർ തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരിയെ പ്രതിരോധിക്കാൻ പ്രചാരണം മാത്രം പോരാ, നയം തിരുത്തി സർക്കാർ പുതിയ നിയമം കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് മണ്ഡലം കമ്മിറ്റി നടത്തുന്ന ഒപ്പുശേഖരണത്തിന്റെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും ഒപ്പ് ശേഖരിച്ച ശേഷം സർക്കാരിന് സമർപ്പിക്കും. അലനല്ലൂർ, കോട്ടോപ്പാടം പഞ്ചായത്തുകളിലെ പര്യടനം പൂർത്തിയാക്കി കൊടക്കാട് ജാഥ സമാപിച്ചു. വ്യാഴാഴ്ച ആനമൂളിൽ നിന്നും ജാഥ ആരംഭിച്ച് മണ്ണാർക്കാട് ടൗണിൽ ഉൾപ്പെടെ പര്യടനം നടത്തി കുമരംപുത്തൂർ പഞ്ചായത്തിലെ ചങ്ങലേരിയിൽ സമാപിക്കും. പെരിന്തൽമണ്ണ എഡ്വേർഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച 5 പ്രതിഭകളെ ആദരിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ M നസീറ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും നമ്മുടെ നാടിന് തന്നെ അഭിമാനമായിട്ടുള്ള പ്രതിഭകൾ തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സാധാരണ ഒരു കുടുംബത്തിൽ നിന്നും വന്ന് നമ്മളെ ഇന്ന് രാജ്യം അറിയപ്പെടുന്ന രീതിയിലേക്ക്, നമ്മുടെ നാടിനെ അറിയപ്പെടുന്ന രീതിയിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുപോയിട്ടുള്ള താരങ്ങളാണ്. അവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് യഥാസമയം പ്രോത്സാഹനം കൊടുക്കുക, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, അതന്നെയാണ് നമ്മൾ ഓരോരുത്തർക്കും ചെയ്യാനുള്ളത്. 7 പതിറ്റാണ്ടായി നിലകൊള്ളുന്ന പെരിന്തൽമണ്ണ എഡ്വേർഡ് ക്ലബ്ബ് കലാ, കായിക, സാംസ്കാരിക, സാമൂഹ്യ സേവന രംഗങ്ങളിലെല്ലാം ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. എഡ്വേർഡ് ക്ലബ്ബും MS നായർ മെമ്മോറിയൽ വായനശാലയും സംയുക്തമായി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പെരിന്തൽമണ്ണയിലെ 5 പ്രതിഭകളെ ആദരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകനും മനോരമ ലേഖകനുമായ മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ 4 പതിറ്റാണ്ടായി ആയുർവേദ ചികിത്സാരംഗത്ത് ഒട്ടേറെ സംഭാവനകൾ നൽകുകയും പ്രകൃതി, പരിസ്ഥിതി, ജലസംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരികയും ചെയ്യുന്ന ആയുർവേദ ഡോക്ടർ ദമ്പതികളായ ഡോക്ടർ P കൃഷ്ണദാസ്, ഡോക്ടർ ഷീബ കൃഷ്ണദാസ്, സന്തോഷ് ട്രോഫി താരവും കേരള പോലീസ് ടീം അംഗവുമായ K അസർ, IPL മുംബൈ ഇന്ത്യൻസ് ടീമിൽ ഇടം നേടിയ ക്രിക്കറ്റ് താരം വിഘ്നേഷ് പുത്തൂർ എന്നീ 5 പേരെയാണ് ആദരിച്ചത്. ഫുട്ബോൾ താരം അസറിനുള്ള പുരസ്കാരം പിതാവ് അഷ്റഫും വിഘ്നേഷ് പുത്തൂരിനു വേണ്ടി പിതാവ് സുനിൽകുമാറും പുരസ്കാരം ഏറ്റുവാങ്ങി. വൈസ് കോർഡിനേറ്റർ സുരേന്ദ്രൻ മങ്കട പ്രതിഭകളെ പരിചയപ്പെടുത്തി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ A നസീറ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ഒരു തലമുറയിൽ നമ്മൾ ഈ കൂടിയിരിക്കുന്ന ഒരു സാഹചര്യം അവരുടെ ഇടയിൽ കണ്ടാൽ തന്നെ അവരെല്ലാവരും ഓരോരുത്തരുടെ ഫോണിലേക്ക് നോക്കിയിരിക്കുകയും പരസ്പരമായിട്ടും സംസാരിക്കാനുള്ള ഒരു സമയമില്ലാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ജനങ്ങൾ തമ്മിലുള്ള, മനുഷ്യർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. അവിടെ നമ്മുടെ വായനശാലകളുടെ പ്രാധാന്യം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം. കുട്ടികളിലേക്ക് കൂടുതൽ വായനാശീലം, പുതുതലമുറയിലേക്ക് കൂടുതൽ വായനാശീലം വളർത്തിയെടുക്കുന്നതിനും അവരെ നമ്മുടെ നാളത്തെ താരങ്ങളാണ്, അവരെല്ലാവരും നാളത്തെ സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടവരാണ്. ജനാധിപത്യ മൂല്യങ്ങൾ അവരിൽ വളർത്തിക്കൊണ്ടുവരേണ്ട, പൊതുബോധം, സാമൂഹ്യ ബോധത്തെ വളർത്തിക്കൊണ്ടുവരേണ്ടതാണ്. അവിടെയാണ് നമ്മുടെ വായനശാലകളുടെ പ്രാധാന്യം. ക്ലബ്ബ് പ്രസിഡന്റ് CH അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വേണു പാലൂർ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ഷാൻസി, മുൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് SK ഉണ്ണി, വിവിധ ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ച യൂസഫ് രാമപുരം,
PP സത്യനാരായണൻ, എഡ്വേർഡ് ക്ലബ്ബ് സെക്രട്ടറി PK ഭരതൻ, ജോയിന്റ് സെക്രട്ടറി കൂട്ടിൽ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. 16 വയസ്സിന് താഴെയുള്ളവരുടെ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് എഡ്വേർഡ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കും. ലഹരി, മയക്കുമരുന്ന് വിപത്തിനെതിരെ ബോധവൽക്കരണം നടത്തുന്നതിന് പരിപാടികളും സംഘടിപ്പിക്കും. രോഗികളെ സഹായിക്കുന്നതിന് സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും ക്ലബ്ബ് തീരുമാനിച്ചു. പെരിന്തൽമണ്ണ ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് കൊടിയിറങ്ങി. വേലാഘോഷം, ദേശഗുരുതി എന്നിവയോടെ ബുധനാഴ്ച പുലർച്ചെയാണ് പൂരാഘോഷം സമാപിച്ചത്. ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഫെബ്രുവരി 13 ആരംഭിച്ച ചുറ്റുവിളക്കാഘോഷത്തിനും മാർച്ച് 27 ആരംഭിച്ച ക്ഷേത്രോത്സവത്തിനും സമാപനമായി. ഉത്സവാഘോഷത്തിന് സമാപനം കുറിച്ച് കുന്തിപ്പുഴയിൽ നടന്ന ആറാട്ട് മഹോത്സവം ഭക്തിസാന്ദ്രമായി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ആറാട്ട് സമയം കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറന്നത് ഭക്തരിൽ കൗതുകമുണർത്തി. രാവിലെ 10 ചെറുശ്ശേരി കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും വൈകിട്ട് 4 കോട്ടയ്ക്കൽ രവി, കോങ്ങാട് മോഹൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മെഗാ പഞ്ചവാദ്യവും അരങ്ങേറി. വൈകിട്ട് 5 വേലാഘോഷം. രാത്രി 8 കുമാരി വിസ്മയ പെരുമുടിയൂരിൻ്റെ തായമ്പകയും 9 കല്ലൂർ ഉണ്ണികൃഷ്ണൻ, നീലേശ്വരം പ്രവീൺ, തൃത്താല ശ്രീനി എന്നിവരുടെ ട്രിപ്പിൾ തായമ്പകയും വാദ്യക്കാഴ്ച പകർന്നു. രാത്രി 12 ദേശഗുരുതി എഴുന്നള്ളിപ്പ് എന്നിവയുമുണ്ടായി. വൈകിട്ട് 7 ദേശങ്ങളിൽ നിന്നുള്ള വേലകൾ ക്ഷേത്രസന്നിധിയിൽ സംഗമിച്ചതോടെയാണ് പകൽപൂരത്തിന് സമാപനമായത്. പ്രധാന ചടങ്ങായ ദേശഗുരുതിക്ക് ക്ഷേത്രം തന്ത്രി അണ്ടലാടി നാരായണൻ നമ്പൂതിരി നേതൃത്വം നൽകി. പുറത്തെഴുന്നള്ളിപ്പ്, താലപ്പൊലി എന്നിവയ്ക്ക് ശേഷം ഉത്സവം കൊടിയിറങ്ങി. കേരള ആർട്ടിസൻസ് യൂണിയൻ CITU സ്ഥാപക നേതാവായിരുന്ന സരസപ്പിന്റെ 15ാം അനുസ്മരണ സമ്മേളനം കടമ്പഴിപ്പുറം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു. CITU ജില്ലാ സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം നിർവഹിച്ചു. എത്ര തിരക്കുകൾക്കിടയിലാണ് നമ്മളെല്ലാം ഇങ്ങനെ ഒരു കുറച്ച് സമയം കണ്ടെത്തുന്നത്. ഇത് കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ പൊതുസമൂഹത്തിൽ, കേരളീയ സമൂഹത്തിൽ, ഇന്ത്യൻ സമൂഹത്തിൽ തനിക്കു വേണ്ടി മാത്രമല്ലാതെ സമൂഹത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ച മനുഷ്യരെ ഓർക്കാൻ ഞങ്ങൾക്കു സമയമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ജനത ഇന്ന് കേരളത്തിലുണ്ട് എന്നാണ് ഇത് തെളിയിക്കുന്നത്. ഞങ്ങൾ തിരക്കുകൾക്കിടയിൽ പഴയകാല നേതാക്കന്മാരെ മറന്ന് വിസ്മരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചവരെ മറക്കുന്നവരല്ല, ഞങ്ങൾ അവരെ ഓർക്കുന്നവരാണ് എന്ന നന്മയുടെ കണിക ഞങ്ങളുടെ എല്ലാം മനസ്സിലുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ദിവസമാണിന്ന് എന്നതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത. യൂണിയൻ ഏരിയ പ്രസിഡന്റ് PK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ VM മുരുകൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പഴയകാല പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ പരീക്ഷകളിൽ ജയിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ഏരിയ സെക്രട്ടറി M. സുകുമാരൻ, CPM കടമ്പഴിപ്പുറം ലോക്കൽ സെക്രട്ടറി C. കൃഷ്ണൻകുട്ടി, KU നേതാക്കളായ V. ദിലീപ് കുമാർ, K. ശ്രീദേവി, M. മോഹനൻ എന്നിവർ പങ്കെടുത്തു. 4 കുട്ടികളുടെ മരണത്തിനിടയാക്കിയ കരിമ്പ അപകടത്തിൽ വീടില്ലാത്ത റിദ ഫാത്തിമയുടെ കുടുംബത്തിന് വീടൊരുക്കുന്നതിന് ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനുവിന്റെ നേതൃത്വത്തിൽ നടപടികൾ ആരംഭിച്ചു. നാട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ റഷീദ് ബാക്വി, കരിമ്പനക്കൽ അബ്ദുറഹിമാൻ എന്നിവർ വീടിന്റെ കുറ്റിയടി നടത്തി. 2 കുടുംബങ്ങളുടെ പ്രയാസത്തെക്കുറിച്ച് ചാനൽ ചർച്ചയ്ക്കിടെ പൊതുപ്രവർത്തകനായ MS നാസർ നടത്തിയ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നാസർ മാനു ഈ വിഷയത്തിൽ ഇടപെട്ടത്. വീടിനാവശ്യമായ 3 സെന്റ് സ്ഥലം കരിമ്പനക്കൽ അബ്ദുറഹ്മാൻ ഹാജിയും 2 സെന്റ് സ്ഥലം തച്ചമ്പാറയിലെ അബൂബക്കർ മുച്ചേരിപ്പാടവും സൗജന്യമായി നൽകുകയായിരുന്നു. നാട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ വീടിന്റെ കുറ്റിയടിക്കൽ കർമ്മം നടത്തി. ദാരുണമായ സംഭവം നടന്നൊരു സമയത്ത് ഈ മീഡിയ വണ്ണിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തു. വീഡിയോ അത് കണ്ടാണ് മാനവാക്കിയും അതുപോലെ തന്നെ അഷറഫ് പാണ്ടിക്കാടും ഇത് കണ്ടിട്ടാണ് അഷറഫിക്കാണ് ഇവിടുത്തെ ഈ റിയാസിനെ വിളിച്ചിട്ടാണ് ഇത് ചോദിക്കാനുണ്ടായി നമ്മളെ. അങ്ങനെ എന്നെ ബന്ധപ്പെടുകയും അതിനെ തുടർന്ന് ഫിറോസ് ബാബു ഉൾപ്പെടെ ഈ ടീമിൽപ്പെട്ട എല്ലാ ആളുകളും കൂടെ ഈ വിഷയം ഒറ്റക്കെട്ടായി ഏറ്റെടുക്കുക ചെയ്തത്. ഒരു മാസം വൈകിപ്പോയി, എന്നാലും എല്ലാ കാര്യങ്ങളും ഇപ്പൊ ക്ലിയർ ആയിരിക്കുകയാണ്. 3 സെന്റ് സ്ഥലം അദ്ദേഹം ഫ്രീ ആയി തരികയും അത് കേട്ട് നമ്മുടെ ചൂരോടിലെ മെമ്പർ അബൂബക്കർ എന്ന മണി 2 സെന്റ് സ്ഥലം അദ്ദേഹം സ്പോൺസർ ചെയ്യാണ്ടായി. അതിലേക്കും 2.5 ലക്ഷം രൂപയിലേക്ക് അത് അദ്ദേഹം 2 ലക്ഷം തന്നിട്ടുണ്ട്. 50,000 രൂപ അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്കകം തരുകയും ചെയ്യും. ഏതായാലും അബ്ദുറഹ്മാൻ ഹാജി അതിന്റെ പണി തുടങ്ങിക്കോളാൻ വേണ്ടി അദ്ദേഹം സമ്മതം തന്നതിന് പ്രകാരമായി ഇന്ന് രാവിലെ ഇതിന്റെ തെങ്ങൊക്കെ മുറിച്ച് ഏതായാലും ഒരു അതിമനോഹരമായ ഒരു സ്ഥലത്ത്, ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലത്ത് അബ്ദുറഹ്മാൻ ഹാജി അതിന്റെ കണ്ണായ സ്ഥലമാണ് ഇതിന് നമുക്ക് ഏൽപ്പിച്ച് തന്നിട്ടുള്ളത്. റിദ ഫാത്തിമ എന്ന പെൺകുട്ടിന്റെ കുടുംബത്തിന് ഒരു വീട് ഒരുങ്ങുകയാണെന്ന് ഈ നാട്ടിലെ കാരണവരായ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ ഹാജി സൗജന്യമായി നൽകി.
അതിൻ്റെ കൂടെ ഈ നാട്ടിലെ മെമ്പറായിട്ടുള്ള മണി എന്ന് പറയുന്ന മെമ്പറും കൂടെ അതിൻ്റെ കൂടെ 2 സെൻറ്റും കൂടി കൊടുത്ത് ഒരു 5 സെൻറ്റ് ഭൂമിയിൽ 750 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് ആ കുടുംബത്തിന് തയ്യാറാക്കുകയാണ്. ബഹുമാനനായ നാസർ മാനു അദ്ദേഹത്തിൻ്റെ സഹോദരനും മറ്റു കുറച്ച് സുഹൃത്തുക്കളും കൂടി കൂടിയിട്ട് അതിലുള്ള സാമ്പത്തിക സമാഹരണവും നടത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് അംഗങ്ങളായ പി.കെ. അബ്ദുള്ളക്കുട്ടി, മോഹനൻ, അഷ്റഫ് പിലാക്കൽ, പി.കെ. ഫിറോസ് ബാബു, കെ.സി. റിയാസുദ്ദീൻ, നൌഷാദ്, ബഷീർ കുറുവണ്ണ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വേനൽ കനത്തതോടെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നവർക്ക് ആശ്വാസമായി തോട്ടക്കര അരിയൂർ തെക്കുമുറി പൊതുജന വായനശാലയുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചു. നഗരസഭാ കൗൺസിലർ പി. കല്യാണി ഉദ്ഘാടനം നിർവഹിച്ചു. വേനൽ കടുത്തതോടെയാണ് 6ാം വർഷവും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ തോട്ടക്കര അരിയൂർ തെക്കുമുറി പൊതുജന വായനശാലയുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചത്. നഗരസഭാ കൗൺസിലർ പി. കല്യാണി തണുത്ത സംഭാരം നൽകിക്കൊണ്ട് കുടിവെള്ള വിതരണം ഉദ്ഘാടനം ചെയ്തു. തണ്ണിമത്തൻ, സംഭാരം, നാരങ്ങവെള്ളം എന്നിങ്ങനെ വിതരണം ചെയ്യാനാണ് പദ്ധതിയെന്ന് വായനശാല സെക്രട്ടറി ടി.പി. പതികുമാർ പറഞ്ഞു. കഴിഞ്ഞ വർഷം വേനൽ ശമിക്കും വരെ 50ഓളം ദിവസം കുടിവെള്ള വിതരണം നടന്നു. ഈ വർഷവും വേനൽ കഴിയുന്നതുവരെ ഞായർ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ കുടിവെള്ള വിതരണം ചെയ്യും. വായനശാല പ്രസിഡന്റ് കെ. കരുണാകരൻ അധ്യക്ഷനായി. നഗരസഭാ കൗൺസിലർ ടി.കെ. രഞ്ജിത്ത്, താലൂക്ക് ലൈബ്രറി സെക്രട്ടറി സി. വിജയൻ, പി. ഫ്രാൻസിസ്, മുസ്തഫ ഹാജി, സി. ശ്രീകുമാരൻ, കെ. ശങ്കുണ്ണി, കുടുംബശ്രീ ADS എസ്. ശോഭന, ആശാവർക്കർ പി. ലത, MC രാമചന്ദ്രമേനോൻ, പി.കെ. ഹരിദാസ് എന്നിവർ സംസാരിച്ചു. അലനല്ലൂർ എടത്തനാട്ടുകര റോഡിൽ ചുണ്ടോട്ടുകുന്നിൽ നിരവധി ചെരുപ്പുകൾ ഉപേക്ഷിച്ച നിലയിൽ കടയിൽ നിന്നും ഒഴിവാക്കിയതെന്നാണ് സംശയം. തൊട്ടപ്പുറത്തായി ചാക്കിൽ കെട്ടിയ നിലയിൽ നിരവധി മദ്യക്കുപ്പികളും തള്ളിയിട്ടുണ്ട്. ഉപയോഗിക്കാത്ത ചെരുപ്പുകളാണ് ഉപേക്ഷിച്ചവയിൽ കൂടുതലും. ഉപയോഗിക്കാത്ത ജോഡി ചെരുപ്പുകളും ഇവയിലുണ്ട്. ജോഡിയില്ലാത്തവയും കാലപ്പഴക്കം മൂലം കടകളിൽ നിന്നും ഒഴിവാക്കിയ ചെരുപ്പുകളാകാമെന്നാണ് സംശയം. ചാക്കിൽ കൊണ്ടുവന്ന് തള്ളിയ നിലയിൽ ചെരുപ്പുകൾ ആകെ പരന്നുകിടക്കുന്നു. ഇതിനോട് സമീപത്തായി ചാക്കിൽ കെട്ടിയ നിലയിൽ നിരവധി വിദേശ മദ്യക്കുപ്പികളും തള്ളിയിട്ടുണ്ട്. ചുണ്ടോട്ടുകുന്ന് സ്കൂളിനു സമീപത്തായി റബ്ബർ തോട്ടത്തിനോട് ചേർന്നാണ് മാലിന്യം തള്ളിയത്. കഴിഞ്ഞ ദിവസമാണ് സമ്പൂർണ്ണ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി അലനല്ലൂരിനെ പ്രഖ്യാപിച്ചത്. ഇനി ഷോർട്ട് ന്യൂസ് കാണാം. അമ്പലപ്പാറ, കടമ്പൂർ, മുതലപ്പാറ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. ഒരാഴ്ച നീണ്ടുനിന്ന ഉത്സവാഘോഷങ്ങൾക്ക് ഇതോടെ സമാപനമായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. വൈകിട്ട് 5 മണിയോടെ വിവിധ ദേശക്കമ്മിറ്റികളുടെ വേല ആഘോഷങ്ങൾ കാവിലെത്തി. ഗജവീരന്മാർ, വാദ്യമേളങ്ങൾ എന്നിവ വേലാഘോഷങ്ങൾക്ക് അകമ്പടിയായി. രാത്രി പൂരം അണിനിരുന്നതോടെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമായി. പട്ടാമ്പി ഞാങ്ങാട്ടരി ഭഗവതി ക്ഷേത്രത്തിൽ നിറമാല ആഘോഷിച്ചു. തന്ത്രിയുടെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകൾ, ഗജവീരന്റെയും മേളത്തിന്റെയും അകമ്പടിയിൽ എട്ടുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. വൈകിട്ട് ഇരട്ടത്തായമ്പകയും രാത്രി കഥകളിയും അരങ്ങേറി. മുണ്ടൂർ കാഞ്ഞിക്കുളം ALP സ്കൂളിന്റെ വാർഷികം വിവിധ പരിപാടികളോടെ നടത്തി. എ. പ്രഭാകരൻ MLA വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. AEO PR ബിന്ദു, മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VC ശിവദാസ്, സ്കൂൾ മാനേജർ ബെന്നി ജോർജ്, PTA പ്രസിഡന്റ് NP ഉഷ, C. ബേബി ലത, MK രമ്യ, P. മാധവൻകുട്ടി, M. ചന്ദ്രികാബായി, പ്രധാനാധ്യാപകൻ KS സുധീർ, സ്റ്റാഫ് സെക്രട്ടറി അശ്വതി കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാലയ പ്രതിഭകൾക്ക് ആദരം, സ്കൂൾ മികവിലൂടെ ഡിജിറ്റൽ അവതരണം, നൃത്തനൃത്യങ്ങൾ, കൈകുട്ടിക്കളി, നാടൻപാട്ട് എന്നിവയും ഉണ്ടായിരുന്നു.
പ്രധാന വാർത്തകൾ വീണ്ടും. സഹോദരിയോട് മോശമായി പെരുമാറിയെന്ന ആരോപണം. ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മോന്ത അടിച്ചു പൊളിക്കുമെന്ന് ഫോണിൽ താക്കീത് ചെയ്ത മുഹമ്മദ് മുഹസിൻ MLA. സഹോദരിക്ക് നേരിട്ട മാനസിക വിഷമത്തിലാണ് വികാരക്ഷോഭത്തോടെ പ്രതികരിച്ചതെന്ന് MLA. ചെറുപ്പശ്ശേരിയിൽ ഇടിമിന്നലിൽ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച വീട് ഭാഗികമായി കത്തിനശിച്ചു. കാവുവട്ടം ശശികുമാറിന്റെ വീടാണ് കത്തിനശിച്ചത്. ശശികുമാറും ഭാര്യയും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മണ്ണാർക്കാട് തെങ്കരയിൽ തൊഴുത്തിൽ കെട്ടിയ പശുവിനെ കടത്തിക്കൊണ്ടുപോയി കൊന്ന കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞതായി പോലീസ്. പശുവിന്റെ മാംസം മാനിറച്ചി എന്ന പേരിൽ ഇയാൾ വലിയ വിലയ്ക്ക് വിറ്റു. പ്രതിയെ തിരിച്ചറിഞ്ഞത് മാംസം വാങ്ങിയവരെ പിടികൂടി ചോദ്യം ചെയ്തതോടെ. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം. മോഹൻലാൽ ഖേദപ്രകടനം നടത്തിയത് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാകാമെന്ന് N. ശംസുദ്ദീൻ MLA. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണിതെന്നും MLA. സ്കൂളില്ലാത്ത ഗ്രാമീണ മേഖലകളിൽ വിദ്യാഭ്യാസം ഉറപ്പാക്കാനായി ആരംഭിച്ച ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഭൂരിഭാഗവും നിർത്തി. മണ്ണാർക്കാട് മേഖലയിൽ സ്കൂളിനായി നിർമ്മിച്ച കെട്ടിടങ്ങൾ ചിതലെടുത്ത് നശിക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.